വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടി ഇരുന്നൊരു മൂവിയായിരുന്നു മുഞ്ചിയ. കാരണം പടം തിയേറ്ററിക്കലി വേൾഡ് വൈഡ് റിലീസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ തിയേറ്ററുകളിലൊന്നും റിലീസ് ഉണ്ടായിരുന്നില്ല. സോ OTT റിലീസിന് വേണ്ടി വളരെയധികം കാത്തിരുന്നൊരു മൂവിയാണ്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് തോന്നി. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവർ ഈ സ്റ്റോറീനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം കൊങ്കൺ സൈഡിലുള്ള ആ ഒരു മിത്തോളജി ബേസ് ചെയ്തുകൊണ്ട് മുഞ്ചിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു മെയിൻ സ്റ്റോറിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനൊക്കെ വളരെയധികം ഗംഭീരമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂറോളം ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരു നാടോടി കഥ, ഒരു മുത്തശ്ശി കഥ പറഞ്ഞു തരുന്ന പോലത്തെ ഒരു ഫീല് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ടെററിൽ ഈ കഥ കൊണ്ട് പ്ലേസ് ചെയ്തതൊക്കെ ശരിക്കും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആൻഡ് ജസ്റ്റിൻ വർഗീസ് ആണ് ഈ സിനിമയിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പലയിടത്തും ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ സിനിമയുടെ ജോണറിനോട് അത്രത്തോളം മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു പടത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു ആംബിയൻസിനൊപ്പം ആ സിനിമേനെ കൊണ്ടുപോകുക എന്നുള്ളതും. അത് ഇവിടെ നല്ല 100% തന്നെ എഫേർട്ട് അവരെടുത്തതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിലത്തെ മുഞ്ചിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ എഫക്ട്സുകൾ, വിഷ്വൽ എഫക്ട്സ് ആയാലും ആ CGI ആൻഡ് വിഷ്വൽ എഫക്ട്സ് ഒക്കെ നല്ല പോലെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഒരു 30 crore ഈ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ്. ആൻഡ് അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ ക്യാരക്ടേഴ്സിനൊക്കെ വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കും. ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ തോന്നും. കാരണം ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പെർഫോമൻസും ആ ഒരു വോയിസ് മോഡുലേഷനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ക്യാരക്ടറിൽ സെറ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോക്ക് ഹൊറർ മൂവി എന്നുള്ള രീതിയിൽ ശരിക്കും ആ ഒരു ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഇവർ നല്ല രീതിയിൽ വിജയം കണ്ടാൽ മൊത്തത്തിലുള്ള ഒരു സിനിമയുടെ ക്രൂ തന്നെ ഈ മുഞ്ചിയുടെ മോട്ടീവ് എന്താണ് ഇവർക്ക് വരുന്നത് വേണ്ടത്, ഈ ഒരു ക്യാരക്ടേഴ്സിൽ നിന്ന് വേണ്ടത് എന്നുള്ള സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് തന്നെ നമുക്ക് ഈ ക്യാരക്ടറിന്റെ ചില രീതികളൊക്കെ കണ്ടിട്ട് വലിച്ചു കീറാൻ തോന്നും. പക്ഷെ അത് ആ സിനിമയിൽ അത് 100% വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് സിനിമയിലത്തെ മറ്റ് ലീഡിങ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബിട്ടു എന്ന് പറഞ്ഞ ചെയ്തിട്ടുള്ള അഭയ് വർമ്മയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടറിനുള്ള ഒരു ചെറിയൊരു ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള ഒരു പകപ്പും പല കാര്യങ്ങളോടുള്ള അതിനൊക്കെ ഒരു റീസൺ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറും ഗ്രാൻഡ് മദറും തമ്മിലുള്ള ഒരു റിലേഷനൊക്കെ വളരെയധികം ഇമോഷണൽ ആയിട്ട് വളരെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു പോർഷൻസ് ഒക്കെ. ആൻഡ് ഇവർ കൊങ്കൺ ആ ഒരു സൈഡിലേക്ക് ഇവരുടെ വില്ലേജിലേക്ക് ചെല്ലുമ്പോൾ ആ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസും ഒക്കെ തന്നെ സിനിമയോട് ചേർന്ന് നിന്ന് ആ ഒരു സ്റ്റോറിക്ക് വേണ്ട അത് ആ സ്റ്റോറിയോട് 100% നീതി പുലർത്തിയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിഷ്വൽ എഫക്ട്സും മറ്റുള്ള ടെക്നിക്കൽ സൈഡുകളൊക്കെ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും അതെ ഈ 2 മണിക്കൂറുള്ള ഒരു മൂവിയിൽ എവിടെ പോലും ബോറിംഗ് ആക്കാതെ വളരെയധികം ഒരു ഫ്ലോയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് അതിന് ഒപ്പം തന്നെ നമുക്ക് താങ്ക്സ് പറയേണ്ടത് ഇതിന്റെ BGMനോട് തന്നെയാണ്. അത് പലയിടത്തും ഉള്ളത് കൊണ്ടാണ് സിനിമ ആ ഒരു ഫ്ലോയിൽ പോകാൻ തന്നെ കാരണം. ആൻഡ് മൊത്തത്തിലുള്ള ഈ സിനിമയുടെ ഡയറക്ഷൻ ആയാലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും പെർഫോമൻസ് ആയാലും ഒക്കെ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നീട് ഒരു സജഷൻ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഒരു ഹാഫ് വേ എത്തിയപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഇത് അല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു. ആൻഡ് അതർവൈസ് പടം ആ ഒരു സംഭവം മാത്രമേ ഒരു സജഷൻ മാത്രമേ തോന്നിയിരുന്നുള്ളൂ. ആൻഡ് അതർവൈസ് പടം നല്ല രീതിയിൽ തന്നെ എന്റർടൈൻ ചെയ്യിപ്പിച്ചു. ആൻഡ് മാഡോക് സൂപ്പർ നാച്ചുറൽ ഫിലിം ഫ്രാഞ്ചൈസിലത്തെ 4th ഇൻസ്റ്റാൾമെന്റ് ആണ് ഈ മൂവി. ആൻഡ് ഈ പടം കാണുന്നതിന് മുന്നേ നമുക്ക് മറ്റുള്ള പടം കാണാൻ നിർബന്ധമില്ല. എന്തായാലും നമുക്ക് ഇത് മറ്റുള്ള സ്റ്റോറികൾ അറിയാതെ ഈ പടം കണ്ടാലും ജസ്റ്റ് നമ്മളുടെ ആ ഒരു എന്താ പറയാ പടം കാണുന്നതിന് ഒരു രീതിയിലും ബാധിക്കാത്ത സംഭവങ്ങളാണ് അതൊക്കെ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക. പടം ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.